ഹേയ് ഓൾ, അപ്സര ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രിയായി വന്നതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവളുടെ മുഖത്തൊരു പ്രസാദമില്ല, ഒരു നഷ്ടബോധം തങ്ങി നിൽക്കുന്നത് പോലെ. അതെനിക്ക് മാത്രമാണോ തോന്നിയത്? നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്സര വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അവൾ സംസാരിക്കുമ്പോഴും അവൾ ചിരിക്കുമ്പോഴും ഒക്കെ അവളുടെ മുഖത്തൊരു വിഷാദം തങ്ങി നിൽക്കുന്നത് പോലെ, ഒരു നഷ്ടബോധം തങ്ങി നിൽക്കുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്രീരേഖ ചേച്ചിയും അപ്സരയും കൂടി സംസാരിക്കുന്നേരം എനിക്കത് ക്ലിയർ ആവുകയും ചെയ്തു. ഞാനിവിടെ കാലുകുത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ, വല്ലാത്തൊരു അവസ്ഥ പോലെ എന്ന് അപ്സര പറയുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനായിരുന്നു തൻ്റേത്. ഒരു ടോപ്പ് 5-ലെങ്കിലും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഞാനത് ആഗ്രഹിച്ചിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. എൻ്റെ ചുറ്റുപാടിലായാലും എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലായാലും പലരും എന്നെ കളിയാക്കാറുണ്ട്. എനിക്കൊന്നിനും കഴിയാത്തവളാണ്, എന്നോട് പരിഹാസത്തോടെ നോക്കുന്നവരുണ്ട്. അവർക്കൊക്കെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം, എനിക്കൊന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാൻ മതിയായി സന്തോഷിച്ചു. ഇതിലൂടെ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, മാക്സിമം എന്നിലാകുന്നതും ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്ര പെട്ടെന്ന് എവിക്റ്റ് ആവുമെന്ന്. ടോപ്പ് 5-ലെങ്കിലും എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അതെനിക്ക് വലിയൊരു ദുഃഖം തന്നെയാണ്. അപ്സര വലിയ വിഷമത്തോടെ തന്നെയാണ് ശ്രീരേഖ ചേച്ചിയോട് പറയുന്നത്. BB സീസൺ 6-ലെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അപ്സര. ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തൊരു കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നല്ലൊരു ആക്റ്റീവായിട്ടുള്ള, എല്ലാത്തിനും തൻ്റേതായിട്ടുള്ള പങ്ക് പൂർണ്ണമായിട്ടും നൽകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. ഒട്ടും റിസർവ് അല്ലാത്തവർ അവിടെ നിൽക്കെ അപ്സര എവിക്റ്റ് ആയതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അപ്സര ഔട്ടായിട്ടുള്ളത്. അത് ഈ അപ്സരക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, എക്സ് ഹസ്ബൻഡിൻ്റെ പല പരാമർശങ്ങളും കൊണ്ടാണ് അപ്സര ഔട്ടാകാൻ കാരണം, അപ്സരയ്ക്ക് ഒരു നെഗറ്റീവ് വരാൻ കാരണം. തീർച്ചയായിട്ടും അതല്ല. അപ്സരയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പല കാര്യങ്ങളും പല ചർച്ചകളും ചെയ്യുകയും അത് ആവശ്യമില്ലാത്തതായിട്ടും അത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടും പ്രേക്ഷകർ എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് അപ്സര പുറത്തു പോകുകയുമാണ് ചെയ്തത്. സീസൺ 6 മറ്റ് സീസണുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു നോക്കിയാലും ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു നോക്കിയാലും വളരെ അപാകതകൾ നിറഞ്ഞ ഒരു സീസൺ തന്നെയാണ് സീസൺ 6. നല്ല കണ്ടസ്റ്റൻറ്റിനെ ആദ്യം തന്നെ എടുത്ത് ഒഴിവാക്കുകയും ഇപ്പോൾ ഒട്ടും റിസർവ് അല്ലാത്ത കുറേ പേർ ഉയർന്നു വരികയും ചെയ്തു. ഒരു കപ്പിന് അർഹനായിട്ടുള്ള ഒരാൾ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതാണ് ഈ ഒരു സീസണിലെ പ്രത്യേകത.